Hi, welcome to Nin's Creative Time. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ പാർട്ടി വെയർ ബേബി ഫ്രോക്കും പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കണ്ടു നോക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ കുട്ടികൾക്ക് മാച്ചിങ് ആയിട്ട് അമ്മമാർക്കും പാർട്ടി വെയേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാർട്ടി വെയർ മോം ഡ്രസ്സാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പാർട്ടി വെയർ ബേബി ഫ്രോക്കിൽ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ട് പാറ്റേൺ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഡ്രസ്സസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ടോപ്പിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേബി ഫ്രോക്കിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നെക്ക് വൈഡായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇവിടെ നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാവരുടെയും സൈസ് അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലേറ്റ്സ് എടുക്കുമ്പോൾ ഒന്നിന് മീതെ ഒന്നായിട്ട് കയറിയിരിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് പ്ലേറ്റ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുക. നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത് പിന്നെ കട്ട് ചെയ്ത് കളയാം.
ഫാബ്രിക്കിൻ്റെ ബോട്ടം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ തുന്നിയെടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പ്ലേറ്റ്സ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് എലാസ്റ്റിക് ബാൻഡ് ഇതുപോലത്തെ വേണം. ഇതിലാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അത് എത്രയാണോ ആ ലെങ്ത്തിൽ നമ്മൾ എലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മുടെ മെഷർമെൻറ്റ്സിനെക്കാട്ടും 2 ഇഞ്ച് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു എലാസ്റ്റിക് ബാൻഡ് 2ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. നമ്മൾ 2 ഹാഫ് സർക്കിളായിട്ടാണ് സ്കേർട്ട് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ മുൻപ് പ്ലേറ്റ്സ് എടുത്ത് വെച്ച് ലൈനിങ് ഫാബ്രിക്കും പിന്നെ ഈ ഒരു എലാസ്റ്റിക് പീസും കൂടി വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് ഈക്വലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ഇത് രണ്ടും ഒന്ന് കറക്റ്റ് ലെവലാക്കിയതിന് ശേഷമാണ് പ്ലേറ്റ് എടുത്തതിലത്തെ ആ സൂചി നൂലും കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്കിതുപോലെ ലൈനിങ്ങിൻ്റെ 2 പീസസാണ് ഇവിടെ ആവശ്യം. നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് നെറ്റ് ഫാബ്രിക് ആണ്. നമ്മൾ ലൈനിങ്ങിന് എത്ര ലെങ്ത് ആണോ എടുത്തത് അതിനെക്കാട്ടും 1 ഇഞ്ച് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ മൊത്തം ഒരു 4 മീറ്ററാണ് നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഹൊറിസോണ്ടലി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ ഫുൾ ലെങ്ത്ത് സ്കേർട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് നെറ്റ് ഫാബ്രിക് ആവശ്യമായിട്ട് വരും. ഇനി നമ്മൾ ലൈനിങ്ങിന് പ്ലേറ്റ്സ് എടുത്തതുപോലെ തന്നെ ഈ നെറ്റ് ഫാബ്രിക്കിലും ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് തുന്നിയെടുക്കുകയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതുപോലെ സ്കേർട്ടിൻ്റെ 2 സൈഡും ഓരോ ലെയർ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ബേബി ഫ്രോക്കിന് മാച്ചിങ് ആയിട്ട് ചെയ്ത ഈ ഒരു ടോപ്പും സ്കേർട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.